നമസ്കാരം. GVHSS മങ്കടയുടെ 2021-22 അധ്യയന വർഷത്തിലെ ഓൺലൈൻ പ്രവേശനോത്സവ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൗമാരപ്പകിട്ടുകൊണ്ട് സമ്പന്നമായ വിദ്യാലയ തിരുമുറ്റത്തേക്ക് ഹൃദയം കൊണ്ട് വിരുന്നെത്തിയ പ്രിയ കൂട്ടുകാർക്കും വിശിഷ്ടാതിഥികൾക്കും അധ്യാപകർക്കും മറ്റേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2021-22 അധ്യയന വർഷത്തിലെ ഓൺലൈൻ പ്രവേശനോത്സവത്തിന് മഹാമാരിയുടെ ഇക്കാലത്തും മനസ്സുകൊണ്ട് മാറ്റുകൂട്ടാൻ ഒരുങ്ങിയിരിക്കുന്നവരെ, പോയ വർഷത്തിൽ ബാക്കി പത്രത്തിൽ നന്മകൾ മാത്രം അവശേഷിക്കവേ അകത്താരഞ്ഞാർദ്രതയിൽ നിറയും പ്രാർത്ഥന ഒന്ന് മാത്രം: ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു പ്രിയ കൂട്ടുകാരി മാളവിക അശോകിനെ. അരൂപിയല്ല നീ എനിക്കനന്തരൂപിയാകണം, സമസ്ത കോടി ജീവജാലമേകമെന്നു തോന്നണം. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം, അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. നിറഞ്ഞ ഭക്തിയോടെ ജന്മനാടിനെ നമിക്കണം, തിന്മ ഭാഷ്പമാകുമാത്മസൗഹൃദങ്ങളെ കണം. നന്മ പ്രോജ്വലിച്ചിടുന്ന ദീപമായി വിളങ്ങണം, അറിവിനായടങ്ങിടാത്ത ദാഹമുള്ളിലെരിയണം. അറിവിനായടങ്ങിടാത്ത ദാഹമുള്ളിലെരിയണം. ശത്രുവെങ്കിലും സദാ ക്ഷമിക്കുവാൻ പഠിക്കണം, മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ കഴിയണം. നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം, നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിലായുധങ്ങൾ തോൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. അരൂപിയല്ല നീ. എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രവേശനോത്സവ ആശംസ. അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ വെമ്പും കോമൽ പൂമ്പാറ്റകളെ. അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ വെമ്പും കോമൽ പൂമ്പാറ്റകളെ. ചിരി തൂകിയിടുക നിങ്ങൾ, ചുവടുകൾ വയ്ക്കുക നിങ്ങൾ, പൊതുവിദ്യാവർഷത്തിരുമുറ്റത്താൽ സ്വാഗതമോദാം ഞങ്ങൾ, നിറസ്വാഗതമോദാം ഞങ്ങൾ. അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ. അടച്ചിരിപ്പിന്നഴലുകൾ വെടിയാം പുലരിയെ വരവേൽക്കാം, തുറന്നു വയ്ക്കാം കണ്ണുകൾ കാതുകൾ മനസ്സിനീ ഭൂവാകെ, മനസ്സിനീ ഭൂവാകെ. അതിരുകളില്ല അറിവിൻ വഴിയിൽ കതിരുകളായി വിളയാം, അകന്നിരിക്കുകയല്ല നമ്മൾ അടുത്തിരിപ്പവരല്ലോ, ഹൃത്താൽ അടുത്തിരിപ്പവരല്ലോ. അക്ഷരമധുരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ വെമ്പും ഓമൽ പൂമ്പാറ്റകളെ, ഓമൽ പൂമ്പാറ്റകളെ, ഓമൽ പൂമ്പാറ്റകളെ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 1. നാം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സാധാരണ പോലെ സ്കൂളിലെത്താൻ കഴിഞ്ഞില്ല എങ്കിലും നല്ല രീതിയിലുള്ള ഒരു അധ്യയന വർഷമാണ് നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജൂൺ 1 അധ്യയന വർഷം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രവേശനോത്സവം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ പരിപാടികളും ഉടനെ തന്നെ ആരംഭിക്കും. എല്ലാ കുട്ടികളും
അതിൽ പങ്കാളികളാകണം. ക്ലാസ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വിക്ടേഴ്സ് ചാനലിൽ ഇന്നു മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ ഓരോന്നും കൃത്യസമയം വെച്ച് നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് അധ്യാപകർ ക്ലാസ് ഗ്രൂപ്പുകളിൽ തരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സഹായകമാകും. ഇന്ന് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുക. നമ്മുടെ ഈ അധ്യയന വർഷം നല്ല രീതിയിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കൂളിലെത്തി നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഇരിക്കാനും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ബഹുമാനപ്പെട്ട ഹെഡ്മാഷ്, അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കൾ, PTA പ്രസിഡന്റ് തുടങ്ങിയ ആദരണീയരായ മറ്റു വ്യക്തിത്വങ്ങൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പുതിയ അധ്യയന വർഷത്തിൻ്റെ പടിവാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ലോകമെമ്പാടും പടർന്നു പിടിച്ചിട്ടുള്ള ഈ കോവിഡ് എന്ന മഹാമാരിയെ കൊണ്ട് കഴിഞ്ഞ വർഷം മുഴുവനും നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കേണ്ടി വന്നത്. ഈ വർഷവും അതേ രീതിയിൽ തുടർന്നു പോകുമെന്നാണ് ഈ പ്രാവശ്യം കണക്ക് കൂട്ടപ്പെടുന്നത്. പുത്തനെടുപ്പ് ധരിച്ച് പുതിയ പുസ്തക സഞ്ചി തോളിൽ തൂക്കി കൂട്ടുകാരുടെ കയ്യും പിടിച്ച് തമാശ പറഞ്ഞ് സ്കൂളിലേക്ക് വരേണ്ട നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ആഗ്രഹം അടുത്ത വർഷമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പുതുതായി വിദ്യാലയങ്ങളിലെത്തുന്ന നിങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതേ രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷം ഒളിമങ്ങാത്ത ഓർമ്മകളും അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കരിക്കപ്പെട്ട മനസ്സും വ്യക്തിത്വവുമുള്ള പൗരന്മാരായി നിങ്ങൾ വളരട്ടെ. ഈ നാടിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹവും സാഹോദര്യവുമുള്ള നല്ല പൗരന്മാരായി വളരാൻ എല്ലാ ആശംസകളും ഈ സുദിനത്തിൽ നേരുന്നു. ആദ്യമായി ഒരു കൊച്ചു പ്രസംഗവുമായി അൻഷ എന്ന 5ാം ക്ലാസ്സുകാരി. നമസ്കാരം, ഞാൻ അൻഷ. GHS വങ്ങടിയുടെ വിസ്മയവാതായനങ്ങൾ തള്ളിത്തുറന്നെത്തിയ നവാഗത. വീണ്ടും ഒരു ജൂൺ 1. പേമാരിയുടെ പെരുക്കമില്ലാത്ത, പുത്തൻ ബാഗിന്റെ നിറച്ചാർത്തില്ലാത്ത, വർണ്ണക്കുടകളുടെ ബാഹുല്യത്തിൽ വീർപ്പുമുട്ടുന്ന സ്കൂൾ മുറ്റമില്ലാത്ത ജൂൺ 1. ലോകം മുഴുവൻ കോവിഡ് മഹാമാരിക്കെതിരെ അതിജീവിക്കാനായി പോരാടുമ്പോൾ അക്ഷരമധുരം നുണിയാൻ കൊതിച്ചിരിക്കുന്ന ഞങ്ങൾ കുരുന്നുകൾക്ക് ഇന്ന് മനസ്സു നിറയുന്നു. വിദ്യാലോകത്ത് അതിജീവനത്തിന്റെ പുതിയ മാനങ്ങൾ വരച്ചു ചേർത്ത വിവര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി ഞങ്ങൾ ഇന്ന് പ്രവേശനോത്സവം ലഹരി നുണയുന്നു. പരിമിതികളും പ്രയാസങ്ങളും ഏറെ ഉണ്ടെങ്കിലും നാം അതിജീവിക്കുക തന്നെ ചെയ്യും. ബാഗിൽ നിറയെ പുസ്തകങ്ങളും മനസ്സിൽ നിറയെ സന്തോഷവുമായി ഞങ്ങളെ കാത്തിരിക്കുന്ന വിദ്യാലയത്തിലേക്ക്, പ്രിയപ്പെട്ട അധ്യാപകരുടെ അരികിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടി പ്രാസംഗികയ്ക്ക് നന്ദി. നവാഗതയുടെ വിസ്മയത്തുമ്പിലേറിയ നമുക്ക് മാപ്പിളപ്പാട്ടിന്റെ ഈണവുമായി എത്തുന്നു ഷിഫ്ല സിദ്ദീഖ്. ഞാൻ ഷിഫ്ല. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാപ്പിളപ്പാട്ടാണ്. വിദിത്ത ബോധരിച്ചിതമുടെ മടവേര് ബിടുത്തതായ സീതുടെ മുനമേൽ ബെഗുത്തി സകിന ബിബിരുത്തി അനയൊരു മികത്ത കനവതിനാൽ കണിപ്പെട വിധമതും അതിശയമതിലൊരു പുരയതം വെളുത്ത മുത്തതിനാൽ വിദിത്ത ബോധരിച്ചിതമുടെ മടവേര് ബിടുത്തതായ സീതുടെ മുനമേൽ ബെഗുത്തി സകിന ബിബിരുത്തി അനയൊരു മികത്ത കനവതിനാൽ കണിപ്പെട വിധമതും അതിശയമതിലൊരു പുരയതം വെളുത്ത മുത്തതിനാൽ ചതുർത്തി ബാബിട പടിവുടി പടുവരും സമർ
കനിന്തിനാൻ അതിലെ ഉസിനുടെ തരമതിനെ അസമുകൾ പറിക്കൊരു സകത്ത് ഇരിപ്പതുമേ വിദിത്ത പോതതി ചിതമുടെ മടവെ വിടുത്തതായി യസീദുടെ മുനമിൽ വെകുത്തി സക്കിനബി വിഴുത്തിയനെ ഒരു മികത്ത കനവതിനാൽ കനിപ്പെട വിധമതും അതിശയം അതിലൊരു പുരയതും വെളുത്ത മുത്തതിനാൽ. താങ്ക് യു ഷിഫ്ല സിദ്ദിഖ്. താങ്ക് യു ഡിയർ. ഇനി നമുക്ക് അവന്തികയുടെ ഒരു കവിത കേട്ടാലോ? നമസ്കാരം. ശ്രീ വിനോദ് പൂക്കോടിന്റെ കാട്ടുപൂവ് എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണിന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കുളുസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. കാട്ടുപൂവിന്റെ നൊമ്പരമേറ്റു വാങ്ങിയ നമുക്ക് നീങ്ങാം തബലയുടെ താളത്തിലേക്ക്. മനുനന്ദൻ, now the floor is yours. Start. തബലയിൽ താളവിസ്മയം തീർത്ത മനുനന്ദന് നന്ദി. അടുത്തതായി നൃത്തവുമായി എത്തുന്നു ആദിത്യൻ. അഭിനന്ദനങ്ങൾ ആദിത്യ. കഥയുടെ വിസ്മയ ലോകത്തേക്ക് കാതോർത്തിരുന്നോളൂ. ഇപ്പോഴെത്തും അലക്സന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അലക്സ്. ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഞാൻ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു സാർ തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഭാരം പറയാൻ കഴിയുമോ? പല കുട്ടികളും പല ഉത്തരങ്ങളാണ് പറഞ്ഞത്. പലരും 100 ഗ്രാം മുതൽ 1000 ഗ്രാം വരെയാണ് ഉത്തരം പറഞ്ഞത്. എന്നാൽ സാറ് പറഞ്ഞു, കുട്ടികളെ, ഇത് ഞാൻ എന്റെ കയ്യിൽ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അല്പം വേദന തോന്നും.
എന്നാൽ ഇതെന്റെ കയ്യിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഭാരം തോന്നും. എന്നാൽ ഇത് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൈ ഒടിഞ്ഞു പോകുന്ന പോലെ തോന്നും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പോഴേ മറക്കാൻ ശ്രമിക്കുക. നല്ലൊരു നാളേക്കാൻ ഞാൻ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു അലക്സ്. കഥയും കടന്ന് നാം മുന്നേറുകയാണ് മാജിക്കിന്റെ മാന്ത്രിക ലോകത്തേക്ക്. അദ്നാൻ സീറ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good morning friends, today I am going to show you a magic with a pot. So let's move to the magic. So I am taking a pot. Okay, it's an empty pot, right? It's an empty pot. Okay, it's an empty pot. Now I am just closing this pot. Okay. 1, 2, 3. Now just again open this pot. I'm just keeping my cap here. Okay. Thanks. താങ്ക് യു ലിറ്റിൽ മജിഷ്യൻ. ഇനി നമുക്ക് റിനുഷ രാജിന്റെ ഒരു പ്രസംഗം കേട്ടാലോ? വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു സ്കൂൾ വർഷത്തിന്റെ പടിക്കലെത്തി നിൽക്കുകയാണ് നമ്മൾ. അനിശ്ചിതത്വത്തിന്റെയും ആശങ്കയുടെയും ഒരു സ്കൂൾ വർഷമാണ് നമ്മൾ പിന്നിട്ടത്. ദൃഷ്ടിഗോചരമല്ലാത്ത സൂക്ഷ്മാണുവിന് മുന്നിൽ ലോകരാഷ്ട്രങ്ങൾ പതറി നിന്നപ്പോൾ നമ്മൾ അതിജീവനത്തിന്റെ പുതുമാർഗങ്ങൾ തേടി. അനിശ്ചിതമായ അടച്ചുപൂട്ടലിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഇരുളണയുമോ എന്ന ആശങ്ക ഉയർന്നപ്പോൾ നമ്മൾ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനമാക്കി. ഡിജിറ്റൽ ക്ലാസുകളുടെ രൂപത്തിൽ അറിവിന്റെ വാതായനങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും കുഗ്രാമങ്ങളിലും ഓൺലൈൻ പഠനത്തിന്റെ ബാലപാഠങ്ങൾ എത്തി. ഇതിൽ നിന്നൊക്കെ പാഠഭാഗങ്ങൾ ഉൾക്കൊണ്ട് പോരായ്മകൾ തിരുത്തി പുതിയ വർഷം നമുക്ക് മുന്നേറാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു റിൻഷ. അടുത്തതായി അപർണയുടെ ഒരു അതിമനോഹര നൃത്തം കാണാം. അത്ഭുതകരമായ നൃത്തച്ചുവടുകളൊക്കെ അല്ലേ? പ്രിയ കൂട്ടുകാരി, കോവിഡ് എന്ന മഹാമാരി നമ്മളെ ശാരീരികമായി അകറ്റിയെങ്കിലും മാനസികമായി നാം അടുത്ത് തന്നെ, തൊട്ടടുത്ത്. കാരണം സ്നേഹത്തിന്റെ മൂശയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുകളൊക്കെ തനി തങ്കമായി തിളങ്ങാനാവും. കാതോർക്കാം പ്രിയ സ്നേഹിത ആര്യയുടെ സ്നേഹവാക്കുകൾക്കായി. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട് ആര്യ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ സാർ. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവ ചടങ്ങിന്റെ ബഹുമാനീയനായ അധ്യക്ഷൻ, ഈ സന്തോഷകരമായ വേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട HM അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ ഗുരുനാഥന്മാരെ, അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹപാഠികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കേവലം ഒരു ചെറു സ്ക്രീനിൽ ഒതുങ്ങിക്കൂടിയിട്ടാണെങ്കിൽ പോലും ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ഭാവി ജീവിതത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ
ഒരു പുതിയ പ്രവേശന കവാടത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വരും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനോധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ തയ്യാറാണ് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾക്കറിയാം, നമ്മൾ ഇന്നേ വരെ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു പുതിയ ജീവിത സാഹചര്യത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് നയിക്കുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെയും നമ്മുടെ സമൂഹത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ തുടർന്നു പോയിരുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതി ഇന്ന് പ്രായോഗികമല്ല. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ടി വന്നിരിക്കുകയാണ്. എന്നാലും ഈ സാഹചര്യത്തെ ഒക്കെ നമുക്ക് അതിജീവിച്ചേ മതിയാകും. അതിനുള്ള പൂർണ്ണ പിന്തുണ നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും, നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു മാതൃകാ വിദ്യാലയമാണ്. പഴമയും പൈതൃകത്തെയും പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ അക്കാദമിക മികവുകളിലും ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ ഈ വിദ്യാലയം വിലമതിക്കാനാവാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ മികവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വരെ നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു കൂട്ടായ്മ കഠിന പ്രയത്നം നടത്തുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ ഈ കൂട്ടായ്മ നേരിട്ടറിഞ്ഞ അനവധി അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാദമിക രംഗത്ത് നിരവധി സ്കോളർഷിപ്പുകൾ, USS, NMMS, മറ്റു ഭാഷാ സ്കോളർഷിപ്പുകൾ, SSLC ഫലം, അങ്ങനെ എല്ലാ തലത്തിലും അധ്യാപകർ നമുക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായിട്ട് നിൽക്കാറുണ്ട്. കലാരംഗത്ത് ഉപജില്ലയിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വരെ നമ്മുടെ പ്രാതിനിധ്യത്തിന് ഇതേ പിന്തുണ ലഭിക്കാറുണ്ട്. കായിക രംഗത്തും നമ്മൾ മോശമല്ല, ഇതേ അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ SPC, JRC, ലിറ്റിൽ കൈ അത്തരത്തിലുള്ള സന്നദ്ധ സാമൂഹ്യ സേവന രംഗത്തും നമ്മുടെ വിദ്യാലയം മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാലയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. വായന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മഹാനായ കവി കുഞ്ഞുണ്ണി മാഷ് നമ്മളെടുത്ത് പറഞ്ഞതുപോലെ, വായിച്ചാൽ വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാലോ വളയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ മുഖം സൂര്യപ്രകാശത്തിൽ വെക്കുക. നിങ്ങൾക്ക് നിഴലുകൾ കാണാൻ സാധിക്കുകയില്ല. ശുഭപ്രതീക്ഷയെ നയിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാം. നമ്മുടെ നവാഗതരായിട്ടുള്ള എല്ലാ കൂട്ടുകാരെയും അഭിമാനത്തോടെയും അതിലേറെ ആഹ്ലാദത്തോടെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം. താങ്ക് യു ആര്യ. അടുത്തതായി നൃത്ത ചുവടുകളിലൂടെ കോവിഡ് പ്രതിരോധ സന്ദേശവുമായി എത്തുന്നു നൃത്തതിലകം ഹിമാർത്തി. വിശ്വമാകെ വിത്തെറിഞ്ഞു വിളവെടുത്തു പോരുമി വൻവിപത്തിനെ തടുത്തു നിർത്തുവാനുണർന്നിടാം. കരങ്ങൾ തമ്മിൽ ചേർത്തിടാതെ കരണു നമ്മൾ കോർത്തിടും. ഉടലുകൊണ്ടകന്നു നാം ഉയിരുകൊണ്ടടുത്തിടും. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. അതുവരെ 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 പ്രതിരോധമാണു പ്രതിവിധി. അതുവരെ 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 പ്രതിരോധമാണു പ്രതിവിധി. അതുവരെ കൈകളിടയിൽ കഴുകുവാനും വൈകിടാതെ നോക്കിടാം. നാളെയൊത്തു പുഞ്ചിരിക്കാൻ ഇന്നു പൊത്തിടാം മുഖം. വാതിൽ പൂട്ടി വീടിനുള്ളിൽ നാം ഇരിക്കുമെങ്കിലോ നാടു കാക്കുവാനുറച്ച യുദ്ധതന്ത്രമാണത്. കരുണ ചൊരിയും ഭരണമരുളും സരണി മാത്രം തേടിടാം. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. അതുവരെ 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 പ്രതിരോധമാണു പ്രതിവിധി. അതുവരെ അതുവരെ അതുവരെ
നന്ദി. കലയിലും കരുത്തിലും ഞങ്ങൾ കേമന്മാർ. നൃത്തവുമായി SPC അംഗങ്ങൾ ആദിത്യ കെ, അഖില കെ, ശ്രീയാരാജ്. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാനിനിയും പൂമ്പാറ്റകളായി പാറാം. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാനിനിയും പൂമ്പാറ്റകളായി പാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാൻ ആ വഴി വഴിവായോ, ആ വഴി വഴിവായോ. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം. ഗംഭീരമായ നൃത്തത്തിന് നന്ദി. അനുഗ്രഹീതരൊരുക്കിയ കലാചാതുരി. ഈ കലാവിരുന്നിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് നന്ദി പറയുവാൻ സ്റ്റാഫ് സെക്രട്ടറിയായ അസ്മ ബി ടീച്ചറെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA മഞ്ഞളാംകുഴി അലി അവർക്ക്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്ഗാലി, പ്രിയപ്പെട്ട HM അനിത ടീച്ചർ, HSS പ്രിൻസിപ്പൽ ഇൻചാർജ് ഹസൻ മാസ്റ്റർ, EHC പ്രിൻസിപ്പൽ ഇൻചാർജ് വറ ടീച്ചർ, മറ്റു പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, പ്രിയ സഹപ്രവർത്തകരെ, കുട്ടികളെ, വീണ്ടും ഒരു ജൂൺ 1. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വിവര സാങ്കേതിക വിദ്യയുടെ വിസ്മയ തേടിലേറി പ്രവേശന ലഹരിയിൽ നിന്നു എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഈ ചടങ്ങിനെ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രവേശനോത്സവ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA മഞ്ഞളാംകുഴി അലി അവർക്ക് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റും പഞ്ചായത്തിൻ്റെ തന്നെ സാരഥിയുമായ അസ്കർ അലി അവർക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരിയായ HM അനിത ടീച്ചർക്കും ആശംസകൾ അറിയിച്ച ഹസൻ മാസ്റ്റർ, സുഹറ ടീച്ചർ, മറ്റ് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ എന്നിവർക്കും ഈ ചടങ്ങിന് സാക്ഷിയായ എല്ലാ സഹപ്രവർത്തകരും അധികൃതരിയായി സ്വാഗതഗാനം ആശംസിച്ച സജിത ടീച്ചർ, കണ്ണിനും കാതിനും ഇമ്പമാർന്ന പരിപാടികൾ നൽകിയ നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും മങ്കട ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അകൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.